ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് പോകുന്നത് ഫോറം മാളിലേക്കാണ്. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് നിന്ന് ഫോറം മാളിലേക്ക് ഹാഫ് ആൻ അവറിൽ കൂടുതൽ ദൂരം ഉണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങോട്ടേക്ക് അധികം പോവാറില്ല. സാധാരണ ഞങ്ങൾ ലുലു മാളിലേക്കാണ് എപ്പോഴും പോവാറ്. കാരണം ഞങ്ങൾക്ക് തൊട്ടടുത്ത് ലുലു മാളാണ്. ഇന്നൊരു വെറൈറ്റി ആയിട്ട് ഫോറം മാളിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഫോറം മാളിൽ എത്തി. ഇവിടെ ബാഗൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് കയറ്റുക കേട്ടോ. അങ്ങനെ അതൊക്കെ ചെക്ക് ചെയ്ത് ഞങ്ങൾ ഉള്ളിലെത്തി. നേരെ ഞങ്ങൾ കയറിയത് ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. അതെന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഈവനിങ് ടൈമിലാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ചായയൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്തെങ്കിലും ചായയോ സ്നാക്സോ ഒക്കെ കഴിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറിയത്. ഇവിടെ ഫോറം മാളില് അതിനുള്ളിൽ തന്നെ ചായയൊക്കെ കൊടുക്കുന്ന ഫെസിലിറ്റി ഉണ്ട്. പക്ഷെ ഞങ്ങൾ ചെന്നപ്പം അവിടെ നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചായ കുടിക്കാതെ സ്നാക്സ് മാത്രം വാങ്ങിയിട്ട് മുകളിൽ പോയി ഇരിക്കാന്ന് വിചാരിച്ചു. മുകളില് ഫുഡ് കോർട്ട് ഉണ്ട്. അപ്പൊ അവിടെ പോയിരുന്ന് സുഖമായിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. പാറുവിന് കുറച്ച് ദിവസം മുൻപ് പനി വന്നിരുന്നു. അപ്പൊ ആ സമയത്ത് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോ അസുഖമൊക്കെ മാറിയാൽ നിനക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങിത്തരാന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അവൾ അന്ന് പറഞ്ഞു എനിക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് വാങ്ങി തന്നാൽ മതിയെന്ന്. അപ്പൊ ഇപ്പൊ അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോ അവിടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കണ്ടപ്പോ അത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും വാങ്ങി, എല്ലാവർക്കും സ്നാക്സും വാങ്ങി ഞങ്ങൾ മുകളിൽ ഫുഡ് കോർട്ടിലെത്തി. അങ്ങനെ ഞങ്ങൾ സ്നാക്സ് ഒക്കെ കഴിച്ചു തുടങ്ങി. അപ്പോഴാണ് പാറുവിന് മേടിച്ചിരുന്ന ഒരു ഗാർലിക് ചിക്കൻ റോള് ഒരു സ്മെല്ലും കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഇല്ലായ്മ, ഒരു പഴയതുപോലെ ഫീൽ ചെയ്തത്. പാറു തന്നെയാണ് ഏത് ടേസ്റ്റ് ഇല്ല എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു തന്നത്. അത് അവളൊരു കഷ്ണം കഴിച്ചിരുന്നു. എന്നിട്ട് അവൾ പറഞ്ഞു ഇത് ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു തന്നു. അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതൊരു പഴയതുപോലെ ഫീൽ ചെയ്തു. അത് പഴയതാണെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലുള്ള കസ്റ്റമർ സർവീസിലേക്ക് പോയി. അവര് വേഗം തന്നെ ക്യാഷ് ഒക്കെ റീഫണ്ട് ചെയ്തു. ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇത് ആദ്യമായിട്ടാണ്. അതും ഫോറം മാള് പോലെയൊക്കെ ഇത്രയും വലിയൊരു മാളിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായിട്ട് ഫീൽ ചെയ്തു. കാരണം ഇങ്ങനത്തെ ഐറ്റംസ് പൊതുവെ കുട്ടികളാണ് കഴിക്കുക. അവർക്കാണ് ഇങ്ങനെ ജങ്ക് ഫുഡിനോടും ഇങ്ങനത്തെ ഐറ്റംസിനോടൊക്കെ കൂടുതൽ താല്പര്യം ഉണ്ടാവുക. അപ്പൊ അവര് കുറച്ചും കൂടി കെയർഫുൾ ആകേണ്ടതായിരുന്നു. എനിവേ ഞങ്ങളെ ഷോപ്പിങ്ങിലേക്ക് കടന്നു. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ അടിപൊളിയാണ് കേട്ടോ. എനിക്കും പാറുവിനും കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു. പാറുവിന് ഒരു ചെരുപ്പും ബനിയനും ഒക്കെ വാങ്ങി. ഞങ്ങള് ക്രോക്സ് മോഡലുള്ള ചെരുപ്പായിരുന്നു വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ അവൾക്ക് ആദ്യം ഒരു പിങ്ക് എടുത്തെങ്കിലും എന്റെ ചെരുപ്പ് വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ അവൾക്കും അതുപോലത്തെ വേണമെന്ന് പറഞ്ഞു വൈറ്റ് എടുത്തു. ലാസ്റ്റ് വലുതാകും തോറും അവൾക്ക് അമ്മയുടെ ഡ്രസ്സ് പോലെയുള്ള ഡ്രസ്സ് വേണം, അമ്മയുടെ ചെരുപ്പ് പോലെ വേണം എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങളുടെ കുട്ടി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ റെസ്റ്റ് എടുക്കാനിരുന്നു. അവിടെ ഇരിക്കാനൊക്കെ നല്ല ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. അവിടെ ഇരുന്ന് അച്ഛനും മോളും നല്ല കളിയിലായിരുന്നു കുറെ നേരം. അങ്ങനെ അവിടെ ഇരുന്ന് കുറെ നേരത്തെ സംസാരവും കളിയും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പാറുവിന് കളിക്കാനായിട്ട് പോയി. അങ്ങനെ ഞങ്ങൾ കുറെ നേരം പ്ലേ ഏരിയയിൽ സ്പെൻഡ് ചെയ്തു. അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പാറു ഓരോന്നിലും ഇങ്ങനെ കയറി ഇറങ്ങി നോക്കുകയായിരുന്നു. അതും കഴിഞ്ഞ് ഇറങ്ങി ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ബുക്സിന്റെ ഒരു ഷോപ്പ് കണ്ടപ്പോ പാറുവിന് ബുക്സ് നോക്കണം എന്നായി. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി കുറച്ച് ബുക്സ് ഒക്കെ നോക്കി പാറുവിന്. പക്ഷെ അവൾക്ക് അതിൽ ഇഷ്ടപ്പെട്ടതൊന്നും ഉണ്ടാവാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ വാങ്ങിയില്ല. അങ്ങനെ അവിടെ നിന്നും പോന്ന് ഞങ്ങൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് എത്തി. ഞങ്ങൾക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഹൈപ്പർ മാർക്കറ്റിൽ എത്തിയാൽ ഞങ്ങളുടെ നല്ലൊരു ഹെൽപ്പറാണ് പാറു. എല്ലാത്തിനും ബില്ല് ചെയ്യാനൊക്കെ അവള് പോയി നിന്നോളും. അവൾക്ക് അതൊക്കെ വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ ബില്ല് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എല്ലാം കൊണ്ടുപോയി ക്യൂ നിന്ന് ബില്ല് ചെയ്തു. ഞങ്ങളുടെ കുട്ടി ഹെൽപ്പർക്ക് ഞങ്ങളൊരു മിഠായിയും മേടിച്ചു കൊടുത്ത് ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും പോന്നു. അവസാനം ഹൈപ്പർ മാർക്കറ്റിലെ പർച്ചേസിംഗും കഴിഞ്ഞ് ഞങ്ങൾ ഫോറം മാളിൽ നിന്നും പോന്നു. അങ്ങനെ ഇന്നത്തെ കറങ്ങൽ ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ഇനി മറ്റൊരു കുഞ്ഞു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.